ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 12-ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ഒറ്റ നോട്ടത്തിൽ. ഇവിടെ ചിത്രത്തിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ? അപ്പോൾ മക്കളെ ഏതൊക്കെ ജീവികളാണെന്നൊക്കെ നോക്കുക കേട്ടോ. മുയലുണ്ട്, പൂച്ചയുണ്ട്, നായയുണ്ട്, അണ്ണാനുണ്ട്, കുരങ്ങുണ്ട്, പിന്നെയോ പക്ഷികൾ ഏതൊക്കെയാ? കാക്കണ്ട്, തത്തുണ്ട്, മരംകൊത്തിയുണ്ട്, വേറെ ചെറിയ കിളികളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്ലാസ് 3 മാത്സ് ക്ലാസ്സസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ്? ഫ്രൂട്ട് സാലഡ്. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നതിനായി മിലൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പഴങ്ങൾ കൊണ്ടുവന്നു. എല്ലാ തരം പഴങ്ങളുമുണ്ടോ? ഏതൊക്കെയുള്ളത്? ഓരോ തരം പഴങ്ങളും എത്ര വീതമുണ്ട്? ഇങ്ങനെ വെച്ചാൽ എങ്ങനെ എണ്ണം വരും? ഒന്നായിട്ടൊരു കുട്ടയിലാണല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പഴങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അത് എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ എണ്ണുക? എല്ലാ പഴങ്ങളും ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ തരം തിരിച്ച് വെച്ചാലോ എന്നൊരു കുട്ടി പറയുകയാണല്ലേ. അപ്പോൾ തരം തിരിച്ച് നോക്കാം. പഴങ്ങൾ തരം തിരിച്ചത് നോക്കൂ. ഇവിടെ ആപ്പിള്, മാങ്ങ, പഴം, പേരയ്ക്ക, ഓറഞ്ച്, പൈനാപ്പിൾ അങ്ങനെ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പഴങ്ങളുടെ ചിത്രം ആദ്യത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് എത്ര എണ്ണമാണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ചിത്രത്തിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ആപ്പിൾ 5 എണ്ണമാണുള്ളത്, പൈനാപ്പിൾ 1 ആണുള്ളത്, മാങ്ങയോ 3 എണ്ണമാണ്, ഓറഞ്ചും 3 എണ്ണമാണ്, പേരയ്ക്ക 8 എണ്ണം, പഴം 10 എണ്ണം. അപ്പോൾ ഏത് തരം പഴമാണ് കൂടുതലുള്ളത്? പഴമാണല്ലേ, വാഴപ്പഴമാണ് കൂടുതലുള്ളത്. ഒരെണ്ണം മാത്രമുള്ള പഴം ഏതാണ്? പൈനാപ്പിൾ, കൈതച്ചക്ക അല്ലേ? ഇനി ഒരേ എണ്ണമുള്ള പഴങ്ങൾ ഏതെല്ലാം? മാങ്ങയും ഓറഞ്ചും അല്ലേ? 3 എണ്ണം വീതമല്ലേ ഉള്ളത്. ഇനി പൈനാപ്പിളിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പേരയ്ക്ക? പൈനാപ്പിൾ 1 ആണുള്ളത്, പേരയ്ക്ക 8 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 8-ൽ നിന്ന് 1 പോയാൽ ബാക്കി എത്രയാ? 7 എണ്ണം കൂടുതലാണ്. ഇനി മാങ്ങയേക്കാൾ കൂടുതലുള്ള പഴങ്ങൾ ഏതെല്ലാം? മാങ്ങ 3 എണ്ണമാണ്, അതിനേക്കാൾ കൂടുതലാണ് ആപ്പിൾ 5 എണ്ണം ഉണ്ട്, പേരക്ക 8 എണ്ണം ഉണ്ട്, വാഴപ്പഴം 10 എണ്ണം. അപ്പോൾ ഏതൊക്കെയാ? ആപ്പിള്, പേരയ്ക്ക, വാഴപ്പഴം അല്ലേ? അടുത്തത് എന്താണ്? സ്കൂളിലെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളെടുത്ത് അവർ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. നിങ്ങളും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കൂ. അടുക്കളയിൽ നിന്ന് ഏതെല്ലാം പാത്രങ്ങൾ എടുത്തു? പട്ടികയിൽ എഴുതൂ. ഇത് മക്കൾക്ക് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള വർക്കല്ലേ? നിങ്ങൾ ഏകദേശം ഒരു എണ്ണം അങ്ങോട്ട് എഴുതുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ ഇവിടെ താഴെ എഴുതുക. ഇനി കറി വിളമ്പുന്ന ചെറിയ ഡവറ എഴുതാം. അതുപോലെ തൂക്കിപ്പാത്രങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അങ്ങനെ എത്ര എണ്ണം നിങ്ങൾ ഇഷ്ടമുള്ളത്ര എണ്ണവും എഴുതുക കേട്ടോ. അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിലെ പാത്രങ്ങളുടെ എണ്ണം. അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര ഗ്ലാസ് ഉണ്ട് എന്ന് അവിടെ എഴുതുക. എത്ര പ്ലേറ്റ് ഉണ്ട്, എത്ര കയ്യിലുണ്ട്, എത്ര സ്പൂണുണ്ട്, എത്ര മൺചട്ടി ഉണ്ട്, എത്ര കലുണ്ട്, എത്ര ബക്കറ്റ് ഉണ്ട്. വേറെ അവിടെ എന്തെങ്കിലും ഒരു ബൗളോ എന്തെങ്കിലും ഒന്ന് അവിടെയും അല്ലെ കുപ്പി ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അത് എത്ര എണ്ണം ഉണ്ട് എന്ന് താഴെ എഴുതണം കേട്ടോ. ഇനി പലഹാരങ്ങൾ. മിലൻ പാത്രങ്ങളുടെ എണ്ണം നോക്കാൻ അടുക്കളയിൽ പോയി. അമ്മ അവൻ്റെ ഇഷ്ട പലഹാരമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. എൻ്റെ പിറന്നാളല്ലേ, എൻ്റെ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കണം. മിലൻ പറയുകയാണല്ലേ അമ്മയോട്. മിലൻ ഉണ്ണിയപ്പവുമായി ക്ലാസ്സിലെത്തി. അപ്പോൾ ഒരു കുട്ടി എന്താ പറയുന്നത്? എനിക്ക് ഇലയടയാണ് ഇഷ്ടം. അപ്പം മക്കളെ എല്ലാവർക്കും ഒരേ ഇഷ്ടമല്ലല്ലേ. ഒരാൾക്ക് ഭക്ഷണങ്ങളാണെങ്കിൽ ഒരാൾക്ക് ഉണ്ണിയപ്പാണെങ്കിൽ ഒരാൾക്ക് ഇലയടയായിരിക്കും, ഒരാൾക്ക് വേറെ എന്തെങ്കിലും പക്കവടയായിരിക്കും. അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലേ പലഹാരങ്ങൾ ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ കൂട്ടുകാരുടെയും ഇഷ്ട പലഹാരം ചോദിച്ചറിയുക. ഓരോ കുട്ടിയോടും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണെന്ന് ചോദിക്കുക. എന്നിട്ടോ ഓരോ പലഹാരവും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ചിത്രരൂപത്തിൽ പട്ടികപ്പെടുത്തുക. അവിടെ ഏത് ചിത്രമാണ് നമ്മൾ റഫായിട്ട് വരയ്ക്കുന്നത്? ഇങ്ങനെ ആളെ ചിത്രം നമ്മളിങ്ങനെ റഫായിട്ട് വരയ്ക്കലില്ലേ, അതുപോലെ നേരെ എത്ര എണ്ണം എന്നുള്ളത് വരയ്ക്കാം.
അതിനാദ്യം മക്കൾ ഓരോരുത്തരുടെയും ഇഷ്ടം ചോദിച്ചറിയണം അല്ലേ. എന്നിട്ട് ഇവിടെ പലഹാരം എന്നുള്ളിടത്ത് എത്ര ആൾ ഇലയട പറഞ്ഞിട്ടുണ്ട് അത്ര എണ്ണം മനുഷ്യരുടെ ഈ ആൾ രൂപം വരയ്ക്കുക. നെയ്യപ്പം എത്ര ആൾ പറഞ്ഞിട്ടുണ്ട് 5 ആളാണെങ്കിൽ 5 ആൾ രൂപം വരയ്ക്കുക. ഉഴുന്നുവട 3 ആണെങ്കിൽ ഒരു 3 എണ്ണം വരയ്ക്കുക. അതുപോലെ ഓരോന്നും ഉള്ളിവട വരെയുണ്ട്. ഇതല്ലാതെ വേറെ ഇഷ്ടങ്ങൾ പറഞ്ഞവരുണ്ടാവും അല്ലേ. ആ പലഹാരത്തിൻ്റെ പേര് അവിടെ എഴുതുക. അത് എത്ര ആളാണ് ഇഷ്ടം പറഞ്ഞതെന്ന് വെച്ചാൽ അത് നേരെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടോ താഴെ എന്തെഴുതണം? ഏറ്റവും കൂടുതൽ പേര് ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്, ഏത് പലഹാരമാണെന്ന് അവിടെ എഴുതണം. താഴെ ബോക്സിലോ എത്ര പേർക്കാണ് ആ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇപ്പോൾ ഇലയട ആണെങ്കിൽ അത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടെ എഴുതുക. പിന്നെ ഉഴുന്നുവട ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്, എത്ര നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് അവിടെ എഴുതുക. പിന്നെയോ ആർക്കും ഇഷ്ടമില്ലാത്ത പലഹാരം ഏതാണ്? നിങ്ങൾ ഓരോ പലഹാരം പറഞ്ഞ സമയത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത പറഞ്ഞ പലഹാരം ഏതാണെന്ന് അവിടെ എഴുതുക. ഇത്തരം ചില ചോദ്യങ്ങൾ എഴുതൂ, കൂട്ടുകാരോട് ചോദിക്കൂ. അപ്പം കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് താഴെ എഴുതാം. അപ്പോൾ ഇതൊക്കെ മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആൻസർ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ, നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത് എഴുതേണ്ട വർക്കാണ്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ താഴെ എഴുതാം. ആദ്യമായി കഴിച്ച പലഹാരം ഏതാണ്? ഏത് രുചിയാണ് കൂടുതൽ ഇഷ്ടം? ആകെ ഒരു പ്രാവശ്യം മാത്രം കഴിച്ച പലഹാരം ഏത്? കഴിച്ചാലും കഴിച്ചാലും കൊതി തീരാത്ത പലഹാരം ഏത്? ഇതുപോലെ മക്കൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ കൂട്ടുകാരോട് ചോദിക്കുക കേട്ടോ. അടുത്തത് കളിവാഹനങ്ങൾ. മിലന് പിറന്നാൾ സമ്മാനമായി കളിപ്പാട്ടം വാങ്ങാൻ അവർ കടയിലെത്തി. കളിവാഹനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു. ചിത്രം നോക്കൂ, ഒരുപാട് കളിവാഹനങ്ങൾ ഉണ്ടല്ലേ. ഓരോ വാഹനത്തിൻ്റെയും എണ്ണം വരച്ചു ചേർക്കൂ, എണ്ണം എഴുതൂ. അപ്പോൾ മക്കളെ എത്ര കാറുണ്ട്? 8 കാറുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ ചിത്രം എന്നുള്ള സ്ഥലത്ത് 8 കാറ് വരച്ച് കൊടുക്കണം കേട്ടോ. പിന്നെയോ എത്ര ബസ്സാണുള്ളത്? 2 ബസ്സാണുള്ളത്. അപ്പോൾ അവിടെ 2 ബസ് വരയ്ക്കുക. പിന്നെ എത്ര ജീപ്പുണ്ട്? 5 ജീപ്പുണ്ട്. അപ്പോൾ 5 ജീപ്പ് അവിടെ വരയ്ക്കണേ. പിന്നെ എത്ര വിമാനമുണ്ട്? വിമാനം 1 ആണല്ലേ. അപ്പോൾ ഒരു ഒറ്റ 1 അവിടെ വരയ്ക്കുക. പിന്നെ എത്ര സൈക്കിളാണുള്ളത്? 8 എണ്ണമാണ്. അപ്പോൾ അവിടെ 8 സൈക്കിള് വരയ്ക്കുക. ഇനി ഓട്ടോ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമാണ്. അപ്പോൾ 6 ഓട്ടോ അവിടെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ മക്കളെ ഏതു വാഹനമാണ് ഏറ്റവും കുറവ്? വിമാനമാണല്ലേ. വിമാനം 1 അല്ലേ ഉള്ളൂ. ഇനി ഒരേ എണ്ണമുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ്? കാറും സൈക്കിളുമാണല്ലേ. ഇനി എൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ഇതുപോലെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? മക്കൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കണേ. ജീപ്പിൻ്റെ എണ്ണം എത്ര? ബസ്സിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് ഓട്ടോ? സൈക്കിളിൻ്റെ എണ്ണം എത്ര? ജീപ്പിനേക്കാൾ എത്ര എണ്ണം കുറവാണ് ബസ്? ഏതൊക്കെ 2 വാഹനങ്ങളുടെ എണ്ണം കൂട്ടിയാൽ ഓട്ടോയുടെ എണ്ണം കിട്ടും? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കണേ. ഇനി താഴെ എന്തെല്ലാം കാണാം? നിങ്ങളുടെ സ്കൂൾ കെട്ടിടം നോക്കൂ. ജനൽ, വാതിൽ, ബോർഡ്, സ്വിച്ച് ബോർഡ്, ഫാന്, ലൈറ്റ് എന്നിങ്ങനെ എന്തെല്ലാം കാണാം? അത് പട്ടികയിലാക്കൂ. ഇതും മക്കൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താണ്? സ്കൂൾ കെട്ടിടത്തിലുള്ള ജനലുകൾ, നിങ്ങൾ കാണുന്ന ജനലുകൾ അവിടെ എത്ര എണ്ണം ഉണ്ട് എന്ന് ചിത്രം വരയ്ക്കണം. അതിൻ്റെ എണ്ണം എഴുതണം. വാതിൽ എഴുതണം. അതുപോലെ ബോർഡ് നിങ്ങൾ എത്ര എണ്ണം കാണുന്നുണ്ട് അതിൻ്റെ എണ്ണം എഴുതണം. അപ്പോൾ എണ്ണം ചിത്രത്തിലൂടെ എന്നുള്ളിടത്ത് എത്ര എണ്ണമാണോ അത്രയും എണ്ണം ചിത്രം വരയ്ക്കണം കേട്ടോ. സ്വിച്ച് ബോർഡ്, ഫാന്, എത്ര ലൈറ്റ് കാണുന്നുണ്ട് അതൊക്കെ അവിടെ എത്ര എണ്ണമാണെന്ന് വരയ്ക്കുക. എണ്ണം എത്ര എണ്ണം ഉണ്ടെന്ന് അവിടെ എഴുതുകയും ചെയ്യുക. ഇനി എൻ്റെ ചോദ്യങ്ങൾ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ. ആകെ എത്ര ജനലുണ്ട്? ഫാനാണോ ലൈറ്റാണോ കൂടുതൽ? ഇതുപോലെ വേറെ വേറെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. എത്ര വാതിലുണ്ട്? വാതിലാണോ ജനലാണോ കൂടുതൽ? വാതിലിനെക്കാട്ടിലും എത്ര കൂടുതലുണ്ട് ജനൽ? അല്ലെ എത്ര കുറവുണ്ട്? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അടുത്തത് ചിത്രവായനയാണ്. പേജ് 173 ചിത്രം നോക്കൂ. ചിത്രത്തിൽ ഏതെല്ലാം ജീവികൾ പട്ടികയിൽ എഴുതൂ. നമ്മൾ പാഠം തുടങ്ങുന്ന സമയത്ത് കുറച്ച് ജീവികളുടെ പേരുകൾ പറഞ്ഞു അല്ലേ. കുറച്ച് ജീവികളെ നമ്മൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ്? ഇവിടെ കുരങ്ങ് തന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് എഴുതാം. അത് എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കിയിട്ട് ഈ ഒരു പട്ടിക പൂർത്തിയാക്കാം കേട്ടോ. അപ്പോൾ കുരങ്ങ് എത്ര എണ്ണമാണ്? 6 ആണുള്ളത്. നായയോ 1, മുയൽ 3 എണ്ണം ഉണ്ട്. അണ്ണാന് 8 എണ്ണമാണ്. പൂച്ച 2 എണ്ണം. കാക്ക 5 എണ്ണം.
തത്ത 3 എണ്ണം, മൈന 3, മരം കൊത്തി 1. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ എന്നുള്ള സ്ഥലത്ത് ഇതിൽ നിന്നും മക്കൾക്ക് കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? 3 എണ്ണമുള്ള ജീവികൾ ഏതെല്ലാം? ഏറ്റവും കൂടുതലുള്ള ജീവി ഏത്? ഏറ്റവും കുറവുള്ള ജീവി ഏത്? മൃഗങ്ങളാണോ പക്ഷികളാണോ കൂടുതൽ? ഒരെണ്ണം മാത്രമുള്ള ജീവികൾ ഏതെല്ലാം? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ഈ പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ട്. വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തേത് എത്ര കുട്ടികൾ? മിലൻ്റെ സ്കൂളിലെ കുട്ടികളുടെ വിവരമാണ് ചുവടെ. അപ്പോൾ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവരങ്ങളുണ്ട്. 1-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 15 ആണ്, പെൺകുട്ടികളുടെ എണ്ണം 19. 2-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 20, പെൺകുട്ടികളുടെ എണ്ണവും 20 തന്നെ. 3-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 19, പെൺകുട്ടികളുടെ എണ്ണം 22. 4-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം 20, പെൺകുട്ടികളുടെ എണ്ണം 17. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ? കുട്ടികളുടെ വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദ്യം? ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഏത് ക്ലാസ്സിലാണ്? ഏത് ക്ലാസ്സിലാണ്? പെൺകുട്ടികളുടെ എണ്ണം ഏതൊക്കെയാ? 19, 20, 22, 17 അല്ലേ? അപ്പോൾ 22 ഏറ്റവും കൂടുതൽ. അത് ഏത് ക്ലാസ്സിലാണ്? 3-ാം ക്ലാസ്സിലാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഏത് ക്ലാസ്സിലാണ്? അതിന് നിങ്ങൾ 1-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അങ്ങനെ എണ്ണം കൂട്ടി നോക്കണം. അപ്പോൾ 1-ാം ക്ലാസ്സിൻ്റേത് 15 കൂട്ടണം 19 എത്രയാ? 34 പിന്നെ 2-ാം ക്ലാസ്സിൻ്റേത് 20 + 20 40 3-ാം ക്ലാസ്സിൻ്റേത് 19 + 22 41 4-ാം ക്ലാസ്സിൻ്റേത് 20 + 17 37 അപ്പോൾ ഏതാ കൂടുതൽ? 41 അല്ലേ? അപ്പോൾ 3-ാം ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികളുള്ളത്. ഇനി എന്താ പറയുന്നത്? 4-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കുറവാണ് 1-ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം? അപ്പം 4-ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ എത്രയാ? 20 1-ാം ക്ലാസ്സിൽ 15. അപ്പോൾ എത്ര കുട്ടികളാണ് 4-ാം ക്ലാസ്സിൽ കൂടുതലുള്ളത്? 20 കുറയ്ക്കണം 15 = 5 കുട്ടികളാണ് അല്ലേ? ഇനി ഒരേ എണ്ണം ആൺകുട്ടികൾ ഉള്ളത് ഏതൊക്കെ ക്ലാസ്സിലാണ്? ഏതൊക്കെയാ? 20 അല്ലേ? ഒരേ എണ്ണം 2-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും. അപ്പോൾ ഇനി മിലൻ്റെ സ്കൂളിലെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ആൺകുട്ടികളുടെ മൊത്തം എണ്ണം കൂട്ടണം. 15 + 20 + 19 + 20 എത്രയാ? 74 അല്ലേ? ഇനി പെൺകുട്ടികളുടെ എണ്ണോ? 19 + 20 + 22 + 17. ഇനി ആകെ കുട്ടികളുടെ എണ്ണം എങ്ങനെ കാണാം? 74 കൂട്ടണം 78. ആൺകുട്ടികളുടെ എണ്ണം 74 പെൺകുട്ടികളുടെ എണ്ണം 78 തമ്മിൽ കൂട്ടുക. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 152 കുട്ടികളാണ് മിലൻ്റെ സ്കൂളിൽ ആകെ ഉള്ളത് അല്ലേ? അപ്പോൾ മക്കളെ, ഈ ഒരു പാഠഭാഗം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള പാഠമാണല്ലേ? 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ പാഠമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൽ ക്ലാസ്സിൽ ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.